മറുപടിയുണ്ട്. അതിനു മുമ്പ് ശ്രീ അരുൺ ലക്ഷ്മൺ, ഇവിടെ നമുക്കറിയാം ഈ അമേരിക്കയുടെ സഹായമില്ലാതെ, US-ൻ്റെ സഹായമില്ലാതെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ കാര്യമായ കേടുപാടുണ്ടാക്കാനാവില്ല എന്ന് ഇസ്രായേൽ തീർച്ചയാണ്. ഭൂഗർഭ ആണവ കേന്ദ്രമായ ഫോർദോ ഉൾപ്പെടെയുള്ള ആക്രമിക്കാൻ ഇന്ന് പ്രയോഗിച്ച ആയുധങ്ങൾ പോലെ B-2 സ്റ്റെൽത്ത് മിസൈലുകളോ വിമാനങ്ങളോ ഇല്ലാത്ത രാജ്യം ഇസ്രായേലിന് വലിയ വെല്ലുവിളിയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു. ഫോർദോ തകർക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇറാൻ പറയുന്നത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിലൊന്നും കാര്യമായ യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല, അതിന് മുൻപ് തന്നെ കാര്യങ്ങൾ മാറ്റി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്ത് വിശ്വസിക്കണം? അമേരിക്ക ഈ ഇസ്രായേലിൻ്റെ കണ്ണിൽ പൊടിയിടാൻ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു ആക്രമണം നടത്തി മടങ്ങിയെന്നല്ലാതെ മറ്റെന്തെങ്കിലും അവരുടെ ലക്ഷ്യം സാധിച്ചതിന് ശേഷമായിരിക്കുമോ മടങ്ങിയത്? അല്ല, ഇന്നലെ അമേരിക്ക GBU-57 ആണ് ഉപയോഗിച്ചത്. മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്ററാണ്. അതിൽ ഒരു ഫോർഡോയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോർഡോയിൽ അടിക്കണമെങ്കിൽ ഇസ്രായേലിന് അമേരിക്കൻ ബങ്കർ ബ്ലാസ്റ്ററിന് ഉപയോഗിക്കേണ്ടി വരും. ആ സാധനം തന്നെയാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഡാമേജ് ഉണ്ടാവും. കൊളാറ്ററൽ ഡാമേജ് എന്താണെന്ന് ഇതുവരെ IAEA പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇറാനിയൻ ആറ്റമിക് ഏജൻസിയും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസിൻ്റെ ഒരു എന്താ പറയുക അവാർഡ് ഇത് തന്നെ പീസ് ത്രൂ സ്ട്രെങ്ത് ആണ്. അത് ട്രംപ് ഇവിടെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇസ്രായേൽ അതിൻ്റെ എന്താ പറയുക ഈ ഇസ്രായേൽ 2004 ഒക്ടോബർ 2024 തന്നെ ഇസ്രായേലിൻ്റെ ടെഹ്റാൻ അല്ലെങ്കിൽ ഇറാനിയൻ എയർ സ്പേസിൽ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇറാൻ്റെ ഡിഫൻസ് അല്ലെങ്കിൽ ഇറാൻ്റെ ഏരിയൽ ഡിഫൻസ് എത്രമാത്രം സ്ട്രോങ് ആണെന്ന്. അതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഈ ജൂൺ 13 മാസീവായിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു എന്താ പറയുക ടു ക്ലിയർ ദി എയർ സ്ട്രെങ്ത്. അതിന് ശേഷമാണ് ഈ കുവം മലനിരകളിലുള്ള അല്ലെങ്കിൽ നോർത്തേൺ ഇറാനിലുള്ള ഈ ഫോർദോ പ്ലാന്റിലേക്ക് അമേരിക്കൻ സ്റ്റീൽത്ത് ബോംബേഴ്സ് വന്ന് ഇന്നലെ രാത്രി ചെയ്തത്. അതിനുശേഷം ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പീസ് ത്രൂ സ്ട്രെങ്ത്. അത് റിപ്പബ്ലിക്കൻസിൻ്റെ ഒരു മോട്ടോ ആണ്, അവർ പറയുന്നതാണ്. ഇന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമർ പറഞ്ഞിട്ടുണ്ടല്ലോ, ടു എലിവേറ്റ് ദ ന്യൂക്ലിയർ ത്രെറ്റ് ഓഫ് ഇറാൻ. അതായിരുന്നു ഇന്ന് ട്രംപ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ഇതിന് സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ നാളെ ഒരു പ്രൈം സാധനമാണ് ശ്രീ ബൈജു പറഞ്ഞതുപോലെ ഈ എന്താ പറയുക മോസ്കോയിലേക്ക് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം അവിടെ നാളെ പോകുന്നുണ്ട്, പുടിനെ കാണുന്നുണ്ട്. പക്ഷേ എത്രമാത്രം അതൊക്കെ ഈ വാറിലേക്ക് മുമ്പോട്ട് പോകുമോ എന്നല്ല. ട്രംപ് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞങ്ങളുടെ ഒരു ദൗത്യം കഴിഞ്ഞു, നൗ നെഗോഷിയേഷൻ ടേബിൾ. ഇറാൻ്റെ 3 പോസിബിലിറ്റീസാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന്, ഇത് കിട്ടി മിണ്ടാതെ നിൽക്കുക. രണ്ടാമത്, ഇറാനിന് അമേരിക്കൻ ബേസസ് ഒരു 20 ബേസസ് ഈ മെഡിറ്ററേനിയൻ ഈ സറൗണ്ടിങ്സ് മിഡിൽ ഈസ്റ്റേൺ സറൗണ്ടിങ്സിലുണ്ട്, അതിനെ അറ്റാക്ക് ചെയ്യാം. അല്ലെങ്കിൽ മൂന്നാമത് കുറേ കൂടെ കഴിഞ്ഞ് ഒരു എന്താ പറയുക അപ്രോപ്രിയേറ്റ് ടൈമിൽ അറ്റാക്ക് ചെയ്യാം. ഈ 3 ഓപ്ഷൻസ് ഇപ്പോൾ ഇറാൻ്റെ മേലുള്ളൂ. നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരാൻ സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ. പക്ഷേ ഇസ്രായേലിനെ ആക്രമിച്ചു, ഇന്നിപ്പോൾ വലിയ സ്ഫോടനങ്ങൾ സംഭവിച്ചു. ഇന്നും അവരുടെ മുന്നറിയിപ്പുകളുണ്ട് അമേരിക്കയ്ക്ക് ശാശ്വതമായ നഷ്ടം നിങ്ങൾക്കുണ്ടാക്കുമെന്ന തരത്തിൽ. വളരെ പെട്ടെന്ന് നിശബ്ദരാകാൻ ഇറാൻ സാധിക്കുമോ? അമേരിക്ക സമാധാനം വേണമെന്ന് പറഞ്ഞാലും? അല്ല, അമേരിക്ക സമാധാനം പറഞ്ഞാൽ ഇറാൻ എന്താ പറയുക സമാധാനത്തിന് പോകണമെന്നൊന്നുമില്ല. പക്ഷേ ഇറാൻ്റെ കുറച്ച് ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്, വേൾഡിന് അറിയാത്ത ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. അത് അവരെങ്ങനെ ഉപയോഗിക്കും? അതായത് പറഞ്ഞു 3 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്നിക്കൽ ഫസ്റ്റ് ഓപ്ഷൻ ഇത് തൽക്കാലം മിണ്ടാതെ നിൽക്കുക, യാതൊരു വിധത്തിലുള്ള ഇതിലും പോകാതെ നേരെ നെഗോഷിയേഷൻ ടേബിളിൽ വരിക. സെക്കൻഡ് ഓപ്ഷൻ ഇപ്പം തന്നെ ഒരു റിപ്ലൈ കൊടുക്കുക. അമേരിക്കൻ ബേസസ് ഈ മിഡിൽ ഈസ്റ്റിലുള്ള മേ ബി ബഹ്റൈനിലെ ബേസുണ്ട്, അമേരിക്കൻ്റെ പിന്നെ നേവൽ അലൈൻമെൻറ്റ് ബഹ്റൈനിലുണ്ട്, കുവൈറ്റിലുണ്ട്, അതുപോലെ തന്നെ സൗദിയിലുണ്ട്. നോക്കൂ, ഇറാനിൽ വെച്ച് ബാക്കി എനിക്ക് എല്ലാ മേഖലകളിലും അവർക്ക് ബേസസ് ഉണ്ട്. പക്ഷേ അവിടെ എവിടെയെങ്കിലും ഒന്ന് ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്റ്റെൻഡ്, അതിൻ്റെ വ്യാപ്തി വല്ലാതെ മാറും. തീർച്ചയായിട്ടും മാറും. പക്ഷേ തൽക്കാലം ഇപ്പോൾ ഇറാൻ്റെ ഓപ്ഷൻ ഞാൻ പറഞ്ഞു വന്നു അതാണ്. ഇറാൻ്റെ ഓപ്ഷൻസ് ഇത് 3 ഒന്ന് ഈ നെഗോഷിയേഷൻ ടേബിളിൽ വരും. രണ്ടാമത് ഈ അവരുപയോഗിക്കുന്ന മിസൈൽസ് ഉപയോഗിച്ച് ഈ ബേസസിൽ അറ്റാക്ക് ചെയ്യുക. മൂന്നാമത് ഒരു അപ്രോപ്രിയേറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, എന്നിട്ട് അറ്റാക്ക് ചെയ്യുക. ഇതായിരിക്കാം. പക്ഷേ വേൾഡിൻ്റെ പ്രഷർ കൃത്യമായിട്ട് വരും. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ റഷ്യ അത്ര എന്താ പറയുക ഇങ്ങനെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റത്തിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടക്കുക എന്ന് പറഞ്ഞാൽ അത് ചൈനീസ് മൂവ്മെൻറ്റിനെയും ഓയിൽ മൂവ്മെൻറ്റിനെയും ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു സാധനത്തിന് ഇന്ന് പക്ഷേ ടെഹ്റാൻ പാർലമെൻറ്റ് ഇത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടക്കണം എന്ന് ഞാൻ വേണ്ടി വായിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇനി റാറ്റിഫൈ ചെയ്യണം. ഇറാൻ്റെ സുപ്രീം നാഷണൽ കൗൺസിൽ ഓഫ് സെക്യൂരിറ്റി അത് റാറ്റിഫൈ ചെയ്ത് അതിനുശേഷം സുപ്രീം ലീഡറിൻ്റെ ഓഫീസ് റാറ്റിഫൈ ചെയ്ത് അങ്ങനെയൊക്കെ ആയാലും അത് ചെയ്യുള്ളൂ. പക്ഷേ തൽക്കാലം ടെഹ്റാൻ പാർലമെൻറ്റ് ഇത് പാസ്സാക്കിയിട്ടുണ്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടക്കണം. അത് പക്ഷേ ഇപ്പം ഇന്ത്യക്ക് സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു 74 ഡേയ്സുള്ള ഓയിൽ റിസർവ്സ് നമ്മുടെ ഇതിലുള്ളൂ.
ഇപ്പം ഒരു വാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എസ്കലേഷൻ ഓഫ് ഓയിൽ പ്രൈസസ് വരും, സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷനൊക്കെ വരും. ആൻഡ് വേൾഡ് ഒരിക്കലും ഒരു വാറിന് ഒരു സപ്പോർട്ടീവ് ആവാൻ പാടില്ല. പക്ഷേ ഇറാൻ ഈ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഫോർദോ എന്നുള്ള പ്ലാന്റ് ഇസ്രായേലിന് നേരത്തെ തന്നെ കൃത്യമായ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു. 55,000ഓളം ഡോക്യുമെൻറ്റ്സ് ഇസ്രായേൽ അവിടെ നിന്ന് എടുത്ത് ആ ഡോക്യുമെൻറ്റ്സ് ഇൻ്റർനാഷണൽ ഏജൻസീസിന് മുമ്പിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫോർദോ ന്യൂക്ലിയർ പ്ലാന്റ് IAEA കണക്ക് പ്രകാരം തന്നെ 83.7% അത് എൻറിച്ച്ഡ് ആയി കഴിഞ്ഞു. U-235 യുറേനിയം 235 ആണ് ന്യൂക്ലിയർ ബോംബ്. അതാവാൻ വേണ്ടി 90% ആയാലും മതി. അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് എന്തോ ഒരു ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്, ട്രക്ക് മൂവ്മെൻറ്റ്, ഇതൊക്കെ സാറ്റലൈറ്റ് ഇമേജസ് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഗൂഗിളിൽ കൃത്യമായി നോക്കി കാണാൻ പറ്റും. സാറ്റലൈറ്റ് ഇമേജസിൽ പറയുന്നുണ്ട്, അല്ല കാണുന്നുണ്ട് കൃത്യമായിട്ട്. ഈ മൂവ്മെൻറ്റ്സ് ഒരു അൺപ്രസിഡന്റഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ IAEA ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ സമയം എടുക്കുമല്ലോ. എന്താ റേഡിയേഷൻ ഉണ്ടായിട്ടുള്ളത്, റേഡിയേഷൻ മുകളിലോട്ട് റേഡിയേഷൻ ഇല്ല എന്നാണ് തോന്നുന്നത്. ഇല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് കോൺക്രീറ്റ് ഒരു എന്താ പറയുക 60 ഫീറ്റോളം താഴത്തേക്ക് കോൺക്രീറ്റ് ആണെങ്കിൽ പോകുമല്ലോ MOP. അപ്പോൾ പെനെട്രേറ്റ് ഉണ്ടാവും. ചിലപ്പം അത് സെൻട്രിഫ്യൂഗിൽ നശിപ്പിക്കുന്നത് വരെയുള്ള സ്ഥലത്ത് എത്തിയതാകാം. പക്ഷെ എന്ത് തന്നെയായാലും ഇത് ഒരു കുറേ വർഷങ്ങൾക്കെങ്കിലും ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ പിന്നാക്കം വലിക്കും, അത് ഷുവറാണ്. തീർച്ചയായും. നിർമ്മൽ, എന്താ